ഇന്നൽ ഹംദലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വല്ലാഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ വഉസല്ലി വഉസല്ലിമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിരില്ലാഹ്. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. بسم الله الرحمن الرحيم. أينما تكونوا يدرككم الموت ولو كنتم في بروج مشيدة. رب اشرح لي صدري ويسر لي أمري. സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളെ, സർവലോക രക്ഷിതാവായ അള്ളാഹുവിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും സ്വന്തം ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇന്നലെ മുതൽ നമ്മളെ രാജ്യത്തെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ച, 242 പേരുടെ സ്വപ്നം നിമിഷ നേരം കൊണ്ട് കത്തിയമർന്ന ഒരു വിമാന ദുരന്തവുമായി ബന്ധപ്പെട്ടതാണ്. അഹമ്മദാബാദിൽ നിന്ന് 1000 സ്വപ്നങ്ങളുമായി പ്രതീക്ഷകളുമായി പറന്നുയർന്ന വിമാനം നിമിഷ നേരം കൊണ്ട് കത്തിയമർന്ന കാഴ്ച ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ചിന്തിക്കാനും അവനവന്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്താനും ഏറെ സഹായിക്കുന്ന ഒരു വാർത്തയാണ്. കാരണം ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരിൽ പലർക്കും 1000 സ്വപ്നങ്ങളുണ്ട്, ആഗ്രഹങ്ങളുണ്ട്. തിരിച്ചുള്ള യാത്ര പോലും റിട്ടേൺ ടിക്കറ്റ് കയ്യിലുള്ളവരുണ്ട്. യാത്രയാക്കിയ കുടുംബക്കാർ, കാത്തിരിക്കുന്ന കുടുംബക്കാർ, ഒരുപാട് പ്രതീക്ഷകളുമായി യാത്ര ആരംഭിക്കുന്ന പ്രവാസികൾ, ഇവരുടെയെല്ലാം ജീവിതമാണ് നിമിഷ നേരം കൊണ്ട് കത്തിയമർന്നതെങ്കിൽ ആ വാർത്തകളും ചരിത്രങ്ങളും നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒരു വലിയ സത്യം, 1400 വർഷങ്ങൾക്ക് മുൻപ് അള്ളാഹുവിന്റെ ഹബീബായ നബിത്തങ്ങൾ ഓർമ്മപ്പെടുത്തി, കുൻ ഫിദ് ദുനിയ കഅന്നക ഗരീബ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരും ഈ ലോകത്ത് ഒരു പരദേശി മാത്രമാണ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഔ ഫീ ഗാബിരി സബീൽ, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വഴിയാത്രക്കാരൻ മാത്രമാണ്. നമ്മൾ ജീവിക്കുന്ന മണ്ണിനടിയിൽ നമ്മേക്കാൾ ഏറെ സ്വപ്നം കണ്ട പലരും കിടക്കുന്നുണ്ട്. കോടാനുകോടി സമ്പാദിച്ചവർ,
ഒന്നും നേടാതെ മരണപ്പെട്ടവർ, എന്തൊക്കെയോ ആവണമെന്ന് ആഗ്രഹിച്ച് അതാവാത്തവർ, ഇങ്ങനെ പലരും ഈ ലോകത്ത് നിന്ന് ദൈവത്തിന്റെ തീരുമാനപ്രകാരം തിരിച്ചുപോയിട്ടുണ്ടെങ്കിൽ നമ്മളെ ജീവിതത്തിലും നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു സത്യം, ഏത് നിമിഷവും മടങ്ങേണ്ടവനാണ് നമ്മൾ ഓരോരുത്തരും. ഈ ലോകത്തുള്ള പലതിലും നമുക്ക് പ്രതീക്ഷയുണ്ട്. ഉദാഹരണമായി, മാസത്തിന്റെ 1-ാം തീയതിക്കോ 5-ാം തീയതിക്കോ ഇടയിൽ എനിക്ക് ശമ്പളം വരും, അതല്ലെങ്കിൽ ഇന്ന ദിവസത്തിനിടയിൽ എന്റെ ബില്ല് വരും, എന്റെ വാഹനത്തിൽ ഇത്ര കിലോമീറ്ററുകൾ ഓടാനുള്ള ഇന്ധനമേ ഉള്ളൂ എന്നൊക്കെ നമുക്ക് പ്രതീക്ഷയുണ്ടെങ്കിലും ആ ശമ്പളം വാങ്ങാൻ, ആ പെട്രോൾ തീരാൻ, ആ ബില്ല് കൈപ്പറ്റാൻ ഈ ലോകത്ത് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തതൊന്നുണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ജീവിതം മാത്രമാണ്. ഏത് നിമിഷവും അല്ലാഹു തആല തിരിച്ചു കൊണ്ടുപോകും. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അല്ലാഹു മലക്കുൽ മൗത്തിനെ കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടെയായിരുന്നാലും ഏത് സ്വപ്നത്തിലാണെങ്കിലും എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ കൊണ്ടുപോയേ അടങ്ങൂ. അത് അല്ലാഹു തആല നമുക്ക് കാണിച്ചു തരുന്ന ഓരോ രീതികളുണ്ട്. ഏതാനും ചില ദിവസങ്ങൾക്ക് മുൻപ് തൊട്ടടുത്ത കൊയിലാണ്ടിയിലുള്ള ഒരു മരണവാർത്തയും നമ്മൾ കേട്ടു. ഏറെ മോഹിച്ച് ആഗ്രഹിച്ച് ഫാരിസ് എന്ന ചെറുപ്പക്കാരൻ ഒരു വീട് പണിതു. 1-ാം തീയതി ആ വീട്ടിലേക്കുള്ള പ്രവേശന കർമ്മം സുബഹി നമസ്കാരത്തോടുകൂടി തന്റെ വേണ്ടപ്പെട്ട കുടുംബക്കാരോടൊപ്പം ആ വീട്ടിൽ പ്രവേശിച്ചു. 1000 സ്വപ്നം കണ്ട് കെട്ടിപ്പടുത്ത ആ വീട്ടിന്റെ സിറ്റ് ഔട്ടിലിരുന്ന് കുടുംബക്കാർക്കോടൊപ്പം ഫോട്ടോ എടുത്തു. പിന്നീട് അകത്തേക്ക് മടങ്ങുന്ന ഫാരിസ് തന്റെ പൊതുവീട്ടിന്റെ ഡൈനിങ് ഹാളിൽ തന്റെ സോഫയിലൊന്ന് ചാരിക്കടന്നു. പിന്നീട് വാർത്തകൾ കേൾക്കുന്നത് അസർ നമസ്കാരത്തിന് ശേഷം ഫാരിസിന്റെ മയ്യത്ത് നമസ്കാരം ആ പള്ളിയിൽ ആരംഭിക്കുമെന്നായിരുന്നു. 5 മണി മുതൽ 9 മണി വരെ വീട്ടുപ്രവേശനത്തിനുള്ള സൽക്കാരം ഒരുക്കുന്ന അതേ പന്തലിൽ ആ ഒരു കാര്യത്തിൽ പങ്കെടുക്കാൻ കാത്തിരിക്കുന്നവരുടെ ചെവികളിലേക്ക് പിന്നെ എത്തുന്ന വാർത്ത ആ ഫാരിസ് എന്ന ചെറുപ്പക്കാരന്റെ മരണമായിരുന്നെങ്കിൽ അള്ളാഹു ആവർത്തിച്ച് ഈ ഉമ്മത്തിനെ ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ഐനമാ കുൻതും ഐനമാ തകൂനു, നിങ്ങൾ എവിടെയായിരുന്നാലും യുദ്രിക്കുകുമുൽ മൗത്ത്, മരണം നിങ്ങളെ പിടികൂടുക തന്നെ ചെയ്യും. മലക്കുൽ മൗത്തിനോട് റബ്ബ് കൽപ്പന കൊടുത്തിട്ടുണ്ടെങ്കിൽ യുദ്രിക്കുകുമുൽ മൗത്ത്, നിങ്ങളെ ആ മലക്ക് കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നിങ്ങൾ എവിടെ, വലൗ കുൻതും ഫീ മുർജിൻ മുശയ്യദ, നിങ്ങൾ ഏത് നിർമ്മിക്കപ്പെട്ട കോട്ട കൊത്തളങ്ങളിലാണെങ്കിലും ആ മരണം നിങ്ങളെ കൊണ്ടുപോകുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, നമ്മൾ ആരും ഒരു 200 കൊല്ലമൊന്നും ഈ ലോകത്ത് ജീവിക്കാമെന്നവരല്ല. തുച്ഛമായ പോക്കറ്റിൽ കിടക്കുന്ന 200 രൂപ നോട്ടുകൾ എടുത്തുയർത്തി കാണിക്കുമ്പോ ആ 200ന്റെ വില പോലും ഈ ലോകത്ത് റബ്ബ് നമുക്ക് തന്നിട്ടില്ല. അള്ളാഹ് ഏറെ ആദരിച്ചിഷ്ടപ്പെട്ടിരുന്ന പ്രവാചകന്മാരിൽ പലർക്കും അള്ളാഹ് 60 വയസ്സിന്റെ ആയുസ്സേ കൊടുത്തിട്ടുള്ളൂ. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹിക്ക് പോലും അല്ലാഹു തആല കൊടുത്തത് 63 കൊല്ലം മാത്രമാ ദുനിയാവിൽ. അതുകൊണ്ട് തന്നെയാ അള്ളാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചതും നിങ്ങൾക്കാർക്കും ഈ ലോകത്ത് ശാശ്വതമായി ജീവിക്കാൻ സാധിക്കുകയില്ല. ആകെ കിട്ടുന്നൊരു 100 കൊല്ലം, അതില് വിവരമറിയാത്തൊരു ആദ്യത്തെ 15 വയസ്സ്, പിന്നീട് കണ്ണു കാണാത്ത കയ്യുമൈകാത്ത ശരീരം തളർന്നു പോകുന്ന അവസാനത്തെ 30 വയസ്സ്. ഈ 30ഉം 15ഉം 45 കഴിഞ്ഞാൽ പിന്നൊരാൾക്ക് കിട്ടുന്നത് 10ഓ 30ഓ കൊല്ലം മാത്രമാ ദുനിയാവിൽ. ആ 30 കൊല്ലത്തിന്റെ അടക്ക അഹങ്കാരം, ആ 30 കൊല്ലത്തിന്റെ അടക്ക തൻപോരിമ, ആ 30 കൊല്ലത്തിന്റെ അടക്ക കുതിരകളി, ആ 30 കൊല്ലത്തിന്റെ അടക്ക ഈഗോയും അഹന്തയും കൊണ്ട് നടക്കൽ. അവസാനം 3 വള്ളത്തുണിയിൽ 5 വള്ളത്തുണിയിൽ കഫം പടവയിൽ കൊണ്ടുപോകുന്ന ഓരോരുത്തർക്കും അറിയാം, കഫം പടവക്ക് കീശകളില്ല, കഫം പടവന്റെ ഉള്ളിലേക്ക് ഒരു തരി സ്വന്ത് വെച്ചിട്ടില്ല. വാപ്പ വാരി പിടിച്ച് കേസ് പറഞ്ഞ് ജയിച്ച ഒരു മണ്ണിലും വാപ്പാനെ അടക്കം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു ബാങ്ക് ബാലൻസും ഒരാൾക്കും ആ കബറിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. മറിച്ച് ആ കബറിലേക്ക് കൊണ്ടുപോകുന്നവന് ഒന്ന് മാത്രമേ ബാക്കിയാവൂ, വയബുക അമലുഹു, അവന്റെ അമലുകൾ. ആയുസ്സിൽ അള്ള കൊടുത്ത ആയുസ് കൊണ്ട്
അവൻ ജീവിതത്തിൽ കണ്ടെത്തിയിട്ടുള്ള നന്മകൾ, മറ്റൊരാളുടെ മുഖത്ത് അവൻ വരുത്തിയ പുഞ്ചിരി, ഒരാളുടെ പ്രയാസം നീക്കിക്കൊടുക്കാൻ അവൻ അധ്വാനിച്ച സമയം, അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ പണിയെടുത്ത നിമിഷങ്ങൾ, അതിന്റെ ജീവിതത്തിൽ എത്രത്തോളം എനിക്ക് അള്ളാന്റെ അരികിലേക്ക് കൊണ്ടുപോകാനുണ്ട് എന്ന് ചിന്തിക്കുന്നിടത്താണ് ഓരോ മരണവും ഓരോ അപകടങ്ങളും നമുക്ക് വലിയ സന്ദേശങ്ങളാവുന്നത്. 242 സ്വപ്നങ്ങൾ നിമിഷ നേരം കൊണ്ട് ഈ ലോകത്തില്ലാതായിട്ടുണ്ടെങ്കിൽ, മരണപ്പെട്ടവരെ കരിഞ്ഞ കരിക്കട്ടയായി ഓരോരുത്തരും അടക്കം ചെയ്യാൻ വിതുമ്പിക്കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ, നാളെ ആയുസ്സോടെ ഒരു ശരീരത്തിന്റെ കുറവും പറ്റാതെ 6 പേരുടെ തോളിൽ കയറി ഭംഗിയായി കുളിപ്പിക്കപ്പെട്ട് കർപ്പൂരത്തിന്റെ വെള്ളം ചേർത്ത് 3 വൃത്തിയുള്ള വള്ളപ്പടവയിൽ പൊതിഞ്ഞ് കണ്ണമ്പറമ്പിന്റെ മണ്ണിന്റെ അടിയിൽ കിടക്കുമ്പോ എത്രത്തോളം എന്റെ കഫം പടവക്കല്ല എന്റെ ഹൃദയത്തിന് വെളിച്ചമുണ്ടെന്നും എന്റെ അമലുകൾക്ക് ഭാരമുണ്ടെന്നും ഒരു വ്യക്തിക്ക് ചിന്തിക്കാൻ സാധിച്ചെങ്കിൽ അവന്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും. അതുകൊണ്ടാ ലോകത്തിന്റെ റബ്ബ് അള്ളാന്റെ ഹബീബായ നബി തങ്ങളിലൂടെ പഠിപ്പിച്ചതും ലാ തഹ്കിറന്ന മിനൽ മഅറൂഫി ശൈഅൻ, നന്മയിൽ നിന്ന് ഒന്നും നിങ്ങൾ നിസ്സാരമായി കാണരുത്. വലൗ അഹാക ബിവജ്ഹി തൊലീക്കിൻ, നിങ്ങളുടെ ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന പുഞ്ചിരി പോലും. ഇന്ന് വാശിയ ഈഗോയ മനുഷ്യന്, ആരോടുള്ള വെറുപ്പ്, എന്തോ ഉള്ള തലക്കനം, മനസ്സിന്റെ നന്മയില്ലായ്മ, ഒന്ന് മുഖത്തോട് മുഖം നോക്കുമ്പോ പോലും ചിരിക്കാൻ ആളുകൾക്ക് മടിയ. ഒന്നും കൊടുക്കേണ്ട മനുഷ്യരെ ഒന്ന് ചിരിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വതക്കയാണെന്നും ആ പുഞ്ചിരിക്ക് നിങ്ങൾ സ്വപ്നം കാണാത്ത കൂലി നാളെ റബ്ബിന്റെ അരികിൽ നിങ്ങൾക്കുണ്ടാകുമെന്ന് ആവർത്തിച്ചല്ലാന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ചിട്ടും എത്ര പേർക്കത് മനസ്സറിഞ്ഞ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എത്ര ആളുകൾ കുടുംബത്തിൽ അത് കൊടുക്കാറുണ്ട്? എത്ര പേര് കുടുംബത്തിൽ ആ സ്വഭാവത്തോടെ മുന്നോട്ട് പോകാറുണ്ട്? അതുകൊണ്ട് തന്നെയാ അള്ളാഹുവിന്റെ തിരുദൂതന്റെ സഹാബത്തും അവര് ജീവിതത്തിൽ ആഗ്രഹിച്ചത് ദുനിയാവിൽ എന്തെങ്കിലും വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഓരോ സഹാബത്തിന്റെ ജീവിതം അവര് നേടിയതും തേടിയതും നാളെ റബ്ബിന്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് എന്തെങ്കിലും ഉണ്ടാവണമെന്ന പ്രതീക്ഷയില്ല. മഹാനായ സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം പറയാറുണ്ട്. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു മരണപ്പെട്ട് കിടക്കുമ്പോ അദ്ദേഹത്തെ കാണാൻ വേണ്ടി സഹാബത്ത് കയറി ചെന്നു. അദ്ദേഹത്തിന്റെ മകൻ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു വാപ്പാന്റെ മയ്യത്തിന്റെ അരികിൽ നിൽക്കുന്നുണ്ട്. കയറി വന്ന പലരും ഉർവന്റെ അരികിൽ ചെന്ന് ചോദിച്ചു, ഉർവ, നിന്റെ വാപ്പ സുബൈറിന് എന്താ പടച്ചോന്റെ അടുത്തേക്ക് കൊണ്ടുപോകാനുള്ളത്? ആ പിതാവിനെ തൊട്ട് നിനക്കുള്ള സന്തോഷം എന്താണ് ഉർവ? ഉർവ റളിയല്ലാഹു അൻഹു വാപ്പാന്റെ പെരടിയുടെ ഭാഗം കാണിച്ചു കൊടുത്തു. ആയമേറിയ 3 വെട്ടിന്റെ അടയാളങ്ങൾ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ പെരടിയുടെ ഭാഗത്തുണ്ടായിരുന്നു. ആ 3 പാടുകൾ പതുക്കെ കൈകൊണ്ട് തടവിയിട്ട് ഉർവ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 ബദറിലും 1 യർമൂക്കിലും. മരണം കണ്ണിന്റെ മുൻപിലെത്തിയിട്ടുണ്ട് വാപ്പാന്റെ. എന്നിട്ടും ആ വാപ്പ പലപ്പോഴും ആശ്വസിച്ചത് ഈ അടയാളങ്ങൾ എന്റെ കബറിൽ എനിക്ക് വെളിച്ചമാകും എന്ന പ്രതീക്ഷയോടെയാ. അതുകൊണ്ട് എന്റെ വാപ്പയെ തൊട്ട് എനിക്ക് പറയാനുള്ളത് ഈ 3 അടയാളങ്ങൾ കൊണ്ട് എന്റെ വാപ്പ സ്വർഗത്തിലെത്തും. ആരാ ഈ ഉസ്ബൈർ റളിയല്ലാഹു അൻഹു? ലോകത്തിന്റെ റസൂലുള്ളാന്റെ നാവുകളാൽ സ്വർഗമുണ്ടെന്ന് അറിയിക്കപ്പെട്ട 10 സഹാബത്തിൽ ഒരു വ്യക്തി. ആ സ്വഹാബി അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി ബദറിലും യർമൂക്കിലും കിട്ടിയ വെട്ടിന്റെ പാടുകൾ കാണിക്കുന്നുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ റബ്ബിനെ കാണിക്കാൻ വേണ്ടി ഒരു തുള്ളി വിയർപ്പ് പൊടിഞ്ഞതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളവും നമ്മളെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അപ്രതീക്ഷിതമായ അപകടങ്ങൾ ജിഹാദിന്റെ കൂലിയുണ്ട്, മുങ്ങിമരണങ്ങൾ ജിഹാദിന്റെ കൂലിയുണ്ട്, അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ജിഹാദിന്റെ കൂലിയുണ്ട് എന്നൊക്കെ ആവേശത്തോടെ നമ്മൾ പറയുമ്പോഴും ഒരു ജിഹാദിന്റേത് പോട്ടെ, എന്തെങ്കിലും ഒരു അടയാളം ജീവിതത്തിൽ വെച്ച് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഒരു ദിവസത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു നോക്കാറുണ്ടോ? ഒരിക്കൽ വീട്ടിലേക്ക് തിരിച്ചു വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ റളിയല്ലാഹു തആല അൻഹയോട് ചോദിച്ചു, ആയിഷ, നീ ഒരു ആടിനെ, ഒരു മുട്ടനാടിനെ അറുത്ത് ദാനം ചെയ്യുന്നുണ്ട് എന്ന് കേട്ടല്ലോ. അതേ പ്രവാചകരെ, അതിൽ ബാക്കി എന്തുണ്ട് ആയിഷ? നീ ദാനം ചെയ്തതിൽ ബാക്കി എന്തുണ്ട്?
ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ ആടിന്റെ കുളമ്പിന്റെ ഭാഗം, നമുക്കറിയാം ഉദ്ഹിയത്ത് കഴിഞ്ഞവരാ നമ്മൾ, ആ ഉദ്ഹിയത്തിന്റെ മൃഗത്തിന്റെ കുളമ്പിന്റെ ഭാഗം, ആ ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, റസൂലേ ഈ കുളമ്പല്ലാത്തതൊന്നും ഇവിടെ ഇല്ല നബിയെ, ഈ കുളമ്പല്ലാത്തതൊന്നും നമുക്ക് ബാക്കിയില്ല റസൂലേ. പുഞ്ചിരിയോടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിഷ കുളമ്പല്ലാത്തതെല്ലാം നമുക്ക് കിട്ടി ആയിഷ, കുളമ്പല്ലാത്തതെല്ലാം നമുക്ക് കിട്ടി, നിനക്ക് കിട്ടി ആയിഷ, കുളമ്പേ നിനക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ടെങ്കിൽ, ഇക്കഴിഞ്ഞ ഉദ്ഹിയത്തിന് പോലും അറുത്ത മൂരിയുടെ മാംസത്തിൽ വേണ്ടപ്പെട്ട ഭാഗങ്ങൾ എടുത്തു വെച്ചവരുണ്ട്, അത് കൊടുക്കാൻ മടി കാണിച്ചവരുണ്ട്, അത് കൊടുത്തതിന്റെ പേരിൽ ഭാര്യയോട് ദേഷ്യപ്പെട്ടവരുണ്ട്, വേണ്ടാതെ ആ സാധനം അതല്ലെങ്കിൽ മാംസം അനാവശ്യമായി കളയുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ട് തന്നെയാ കൊടുക്കുമ്പോ പോലും ആ മനസ്സ് നമുക്ക് വരാത്തത്. ഒരു തരം വയലൻസ് മാത്രമേ ഇന്നത്തെ തലമുറയും പഠിച്ചിട്ടുള്ളൂ. ആ കാളയുടെ മുക്കറയിട്ട വേഷം കാണണം, അതിന്റെ ദേഷ്യം കാണണം, അതിന്റെ മൂക്കിൽ കൈയിടണം, അതിന്റെ കയറ് പിടിച്ചു വലിക്കണം, അത് വേദന കൊണ്ട് പൊളയുന്നത് കാണണം. അതൊക്കെ ആസ്വദിക്കപ്പെടുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ മാറുമ്പോ വളരുന്ന തലമുറക്ക് പോലും ഈ ചരിത്രത്തിൽ നിന്ന് ആകെ കിട്ടുന്ന ഒരു വാഗ ആർഭാടത്തിനും ആഘോഷത്തിനും മാത്രമേ ഏതാഘോഷങ്ങളും നമ്മുടെ ജീവിതത്തിലുള്ളൂ എന്നുള്ളതാ. അതുകൊണ്ട് തന്നെയാ എന്താണോ അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ ചെയ്തത്, നല്ല നിയ്യത്തോടുകൂടി അതേ കൊണ്ടുപോകാനുണ്ടാകൂ, അതേ റബ്ബിന്റെ കബറിൽ നമുക്ക് ഉപകാരപ്പെടൂ. അതുകൊണ്ട് തന്നെയാ നമ്മൾ നമുക്ക് വേണ്ടി ചിന്തിച്ചു തുടങ്ങണം. മറ്റുള്ളവരെ കാത്തുനിന്ന് എന്റെ മരണം എനിക്ക് എളുപ്പമാക്കണമെങ്കിൽ ഒരാളും കൂടെ പോരാത്ത ഒറ്റക്കുള്ള യാത്രയിൽ എനിക്ക് ഞാൻ ചിന്തിക്കണം എന്ന് നമ്മൾ ആലോചിച്ചു തുടങ്ങണം. കുറ്റം പറയാൻ ആളുകൾ ഉണ്ടാകും, പരിഹസിക്കാൻ ആളുകൾ ഉണ്ടാകും, മുടക്കാൻ ആളുകൾ ഉണ്ടാകും. പക്ഷേ എന്തൊക്കെ മുടക്കലുകളും പരിഹാസങ്ങളും കുറ്റപ്പെടുത്തലുകളും ഈ ഭൂലോകത്ത് നേരിടേണ്ടി വന്നാലും നാളെ റബ്ബിന്റെ അരികിലേക്ക് പോകുമ്പോ എന്റെ കയ്യിൽ എന്റെ കബറൊന്ന് നന്നാവാൻ, എന്റെ ആഹാരമൊന്ന് വെളിച്ചപ്പെടാൻ, എനിക്കെന്റെ ഹബീബായ നബി തങ്ങളെ ഒന്ന് കണ്ണോടെ കാണാൻ, എനിക്കെന്റെ റബ്ബിനെ ഒന്ന് കൺകുളിർക്ക കാണാൻ, അള്ളാന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒന്ന് കയറാൻ, അമ്പിയാക്കളോടൊപ്പം ഒന്ന് ജീവിക്കാൻ, ആഗ്രഹിച്ചതെന്തും കിട്ടുന്ന സ്വർഗത്തിലേക്ക് ഒന്ന് കയറി ചെല്ലാൻ എന്റെ ആയുസ്സിൽ എന്റെ ജീവിതത്തിൽ എനിക്കെന്തുണ്ട് എന്ന് ചിന്തിച്ചു തുടങ്ങണം. ഏതു മരണം കേൾക്കുന്ന സമയത്തും, അത് പെട്ടെന്നുള്ള മരണമാവട്ടെ, അപകട മരണമാവട്ടെ, പൊട്ടിത്തെറിയാവട്ടെ, കഫാ ബിൽ മൗതി വഇദ, ഓരോ മരണവും വയലാ. മനുഷ്യരെ, ലോകത്ത് 1000 വയലുകൾക്ക് കൊടുക്കാൻ പറ്റാത്തത് ഒരു മരണം കൊണ്ട് കൊടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പലരും പലതും നേടിയിട്ടാ പോകുന്നത്. പക്ഷേ ദുനിയാവില പലരും പലതും നേടുന്നത്, ആഖിറത്തിലേക്ക് നേടുന്നവര് കുറവാ. ഒരു അനുഭവത്തിന്റെ കഥ പറഞ്ഞാൽ, ഒരു പാവപ്പെട്ട കുടുംബത്തിന് മാസം 3000 രൂപ 2 കുടുംബങ്ങൾക്കായിട്ട് ഒരാൾ അയച്ചു തരും. എപ്പോഴോ വർഷങ്ങൾക്ക് മുൻപ് ആ കുടുംബങ്ങളുടെ അവസ്ഥ ബോധ്യപ്പെടുത്തപ്പോ, നിത്യരോഗിയായ 2 മനോരോഗികളും നിർധരരായ 2 വാപ്പയുമ്മയുള്ളതിന്റെ അവസ്ഥ ബോധ്യപ്പെട്ടപ്പോ ആ മനുഷ്യൻ കൃത്യമായിട്ട് ഫണ്ട് അയച്ചു കൊടുക്കും. ആ ഫണ്ട് ഒരു മാസം മുടങ്ങിയപ്പോ ആളുകൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ടാവാമെന്ന്. തൊട്ടടുത്ത മാസം ആ കുടുംബം ഈ കുടുംബത്തെ ബന്ധപ്പെട്ടു. മക്കൾ ഈ കുടുംബത്തെ വന്ന് കണ്ടു, അവര് വിവരങ്ങൾ അന്വേഷിച്ചു. വാപ്പയുടെ സമ്പത്തിൽ നിന്ന് തുച്ഛമായൊരു പണം പോകുന്നത് ഈ 2 കുടുംബത്തിലേക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടപ്പോ ആ മക്കളതാ അടുത്ത മാസത്തേക്ക് കഴിഞ്ഞ മാസത്തേതിന്റെയും കൂടി ഈ കുടുംബത്തിന് കൊടുക്കാൻ തുടങ്ങി. എന്നിട്ട് അവര് പറഞ്ഞത്, വാപ്പയെ സ്നേഹിക്കാൻ ഇതിലും വലിയൊരു മാർഗം ഞങ്ങൾക്കില്ലാന്ന. അതോടൊപ്പം തന്നെ ആ മക്കൾ പറയുന്നത്, ഇങ്ങനെയൊക്കെ നമുക്കെന്തെങ്കിലും കിട്ടൂന്ന. ഈ ദുനിയാവിന്റെ തിരക്കിനിടയിൽ ഓടിപ്പിടിച്ച് സമ്പാദിക്കുന്ന കൂട്ടത്തിൽ ഇങ്ങനെയെങ്കിലും കുറച്ച് ഞങ്ങൾക്കും ഞങ്ങളെ വാപ്പാക്കും കിട്ടട്ടെ എന്ന് പറഞ്ഞ് ആളറിയാതെ പലരുടെയും കണ്ണീരൊപ്പുന്നുണ്ടെങ്കിൽ മതിവരാതെ, ഇവിടെ ദുനിയാവിൽ വെട്ടിപ്പിടിച്ചിട്ട് മതിവരാതെ, കുതിര കളിച്ച് തീരാതെ, അവസാനം പലതും പലരെ കൊണ്ടും പറയിപ്പിച്ചും തമ്മിലടിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും കേസ് കൊടുത്തും ആളപ്പറ്റിച്ചും കൊട്ടാരങ്ങൾ ഉണ്ടാക്കി പടച്ചോന്റെ മണ്ണുക്ക് പോകുന്നതും തുല്യമല്ല മനുഷ്യരെ. രണ്ടും 2 തന്നെയാ. അതിലേത് നിലക്ക് അള്ളാന്റെ അരികിലേക്ക് മടങ്ങണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാ. ഒരു പക്ഷേ അഭിനയിച്ച വേഷം കൊണ്ട് മയ്യത്തസ്കാരത്തിന് ആളുകൂടും. കണ്ണമ്പറമ്പിന്റെ 3 നിലയും നിറയും, ഷാദുലിപ്പള്ളിന്റെ 3 നിലയും നിറയും. ആളുകൾ വാനോളം പുകയ്ത്തും,
തോളെടുക്കാൻ പലരും പാഞ്ഞു വരും, കുടുംബത്തിലേക്ക് പലരും വന്ന് സങ്കടം ബോധ്യപ്പെടുത്തും. പക്ഷേ അതൊന്നും പടച്ചോന്റെ മണ്ണിന്റെ അടിയിലേക്ക് എത്തില്ല. മണ്ണിനടിയിൽ എന്ത് തീരുമാനിക്കണമെന്ന അവകാശം അള്ളാഹുവിന് മാത്രമാ. ആ ലോകത്ത് നമ്മൾ ആഗ്രഹിക്കുന്നതൊന്നും കിട്ടാത്ത ആ ലോകത്ത്, ഒരാളുടെ അഭിനയവും അള്ള വിലക്കെടുക്കാത്ത ആ ലോകത്ത്, ആ മണ്ണിനടിയിൽ ഒരു മനുഷ്യന്റെ സമാധാനമാണ് അവന്റെ ജീവിതത്തിന്റെ അർത്ഥം. അത് ആയുസ്സിൽ കണ്ടെത്താൻ പറ്റിയിട്ടില്ലേ? സമ്പത്തും സൗകര്യങ്ങളും മക്കളും ദുനിയാവും വെട്ടിപ്പിടിച്ച് അവസാനത്തെ യാത്ര, ദുനിയാവിൽ നിന്നും കിട്ടുന്ന അവസാനത്തെ യാത്ര ഏറ്റവും പരിതാപകരമായിരിക്കും. ആ പരിതാപകരമായ യാത്ര കത്തിപ്പോയ ഫ്ലൈറ്റിനേക്കാൾ, പൊട്ടിത്തെറിച്ച ബോംബിനേക്കാൾ ഭയാനകവുമായിരിക്കും എന്ന തിരിച്ചറിവാണ് മനുഷ്യരെ ഏതു മരണവും നമ്മളെ കണ്ടെത്തേണ്ടതും നമ്മളെ ചിന്തിപ്പിക്കേണ്ടതും. ആ നിലക്ക് അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന ഏറ്റവും സ്വാലിഹീങ്ങളായ മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. യാ അയ്യുഹന്നാസ് ഊസീകും സാനിയം ബിതഖ്വല്ലാഹ്. ജീവിതത്തിന്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്നും ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുത് എന്നും എന്നോടെന്ന പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ക്ഷണിക്കപ്പെടാതെ അപ്രതീക്ഷിതമായി കടന്നു വരുന്നവനാണ് മരണമെന്നും ആ മരണപ്പെട്ടതിന് ശേഷം പിന്നെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഭൂമിയിലേക്ക് തിരിച്ചു വരാനുള്ള അവകാശം നമുക്കില്ല എന്നും ബോധ്യപ്പെട്ടവരാണ് നമ്മൾ. മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് ആ ഖബറിന്റെ അരികിൽ നിന്ന് അള്ളാന്റെ ഹബീബായ നബി തങ്ങൾ കരയാൻ തുടങ്ങി. സഹാബാക്കൾ ചിന്തിച്ചത് ആ ഖബറിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ടവരാരോ ആണ് എന്ന അർത്ഥത്തിലാണ്. വിതുമ്പിക്കരയുന്ന റസൂലുള്ളാഹിനോട് സഹാബത്ത് ചോദിച്ചു, റസൂലേ, ആരാണ് അയാൾ? എന്തിനാ നിങ്ങൾ കരഞ്ഞ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണുനീരോടെ പറഞ്ഞു, ഈ ഖബറിൽ കിടക്കുന്ന ഖബറാളി ഇപ്പോ ആഗ്രഹിക്കുന്നത് ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ റബ്ബേ എന്ന. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കാരത്തിന്റെ കൂലിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു റബ്ബേ എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ആ ഖബറിന്റെ ഉള്ളിലുള്ളത്. ആ ഒരു ചിന്തയിലേക്ക് നമ്മളെ മനസ്സും മാറണം. നാളെ പടച്ച റബ്ബിന്റെ അരികിലേക്ക് തിരിച്ചു പോകുമ്പോൾ പലരും പറയാറുണ്ട്, ആകെ ദുനിയാവെന്ന് കിട്ടുന്നത് 3 കാര്യങ്ങൾ മാത്രമാണ്. വവലദുൻ സ്വാലിഹുൻ യദ്ഉ ലഹു, ആ രക്ഷിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുടെ പ്രാർത്ഥന. പെരുന്നാൾ ദിവസത്തിലും അല്ലാത്ത ദിവസത്തിലുമൊക്കെ അള്ളാഹുവിന്റെ മണ്ണിൽ കടന്ന് ആ രക്ഷിതാക്കൾ ആഗ്രഹിക്കുന്നത് മക്കളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് വേണ്ടിയാണ്. പല മക്കളും പോകാറുണ്ട്, പക്ഷെ എല്ലാ മക്കളുടെ പ്രാർത്ഥനയും അള്ളാഹ് സ്വീകരിക്കും എന്നല്ല അള്ളാഹുവിന്റെ ഹബീബ നബി തങ്ങൾ പഠിപ്പിച്ച്. വവലദുൻ സ്വാലിഹുൻ, സ്വാലിഹീങ്ങളായ മക്കളാവണം. വാപ്പ ജീവിച്ചിരുന്ന ചരിത്രത്തിനനുസരിച്ച് വാപ്പ വളർത്തിക്കൊണ്ടുവന്ന മക്കളാവണം. ആളെ പറ്റിച്ചിട്ട് പൈസ ഉണ്ടാക്കിയിട്ട് വാപ്പാക്ക് വേണ്ടി ദ്വാരക്കാൻ പോയാൽ പടച്ചോൻ സ്വീകരിക്കും പറഞ്ഞിട്ടില്ല. തമ്മിലടിച്ചിട്ടും കുതികാല് വെട്ടിയിട്ടും ഈഗോ കാണിച്ചിട്ടും മത്സരിച്ചിട്ടും പച്ചയിറച്ചി തിന്നിട്ടും വാപ്പാന്റെ കബറും പുറത്ത് ചെന്നാ മതി എന്നല്ല അല്ലാഹുവിന്റെ റസൂലിന്റെ കൽപ്പന. വവലദുൻ സ്വാലിഹുൻ, മക്കള് സ്വാലിഹീങ്ങളാവണം. വാപ്പാൻ ഓർത്ത് മനസ്സ് പറ്റുന്ന മക്കളാവണം. നിന്റെ ദുആ കൊണ്ട് വാപ്പാക്ക കൂലി കിട്ടണം എന്നാഗ്രഹിക്കുന്ന മക്കളാവണം. അതുകൊണ്ടാ വവലദുൻ യദ്ഉ ലഹു, നല്ല ഹദീസിൽ വവലദുൻ സ്വാലിഹുൻ, മക്കള് സ്വാലിഹീങ്ങളാവണം. പടച്ചോനെ മറക്കാത്ത മക്കളാവണം. ഒരാളെ ഹക്കും കവർന്നെടുക്കാത്ത മക്കളാവണം. ഒരാളെ പച്ചയിറച്ചി തിന്നതിന്റെ വേദനയില്ലാത്ത മക്കളാവണം. ഒരാളും എനിക്കെതിരെ പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സില്ലാത്ത മക്കളാവണം. എങ്കിൽ ആ പ്രാർത്ഥന ആ വാപ്പാക്ക് വേണ്ടി പടച്ചോ മക്കളെ എന്ന് സ്വീകരിക്കും. രണ്ടാമത്തത് ഔ സദഖത്തുൻ ജാരിയ, നിലനിൽക്കുന്ന ദാനധർമ്മം. നമ്മളെ സമ്പത്തിൽ നിന്നും നമ്മളെ ഖബറിലേക്ക് നമുക്ക് കിട്ടുന്നത്, അതല്ലെങ്കിൽ മാതാപിതാക്കൾ അവർക്ക് ചെയ്തു വെച്ചതിൽ നിന്ന് കിട്ടുന്നത്, അവർ പണം കൊണ്ട് സമ്പാദിച്ചു വെച്ച ദുനിയാവിലുള്ള അള്ളാഹുവിന്റെ ഖബറിന് വേണ്ടി കണ്ടെത്തിയതാണ്.
ഇന്ന് കേരളത്തിലെ പല പള്ളികളുടെയും കൂലി ഒരുപാട് മനുഷ്യർ കൊണ്ടുപോയതാ. മദ്രസകളുടെ കൂലി പലരും കൊണ്ടുപോയതാ. നമ്മളുടേത് എന്ന് പറയാൻ ഈ ദുനിയാവിൽ നമ്മൾ ബാക്കി വെച്ചത് എന്താ? മക്കൾക്ക് തമ്മത്തല്ല 3 മുറി പീടിയ, 6 മുറി പീടിയ, 10 സെന്റ് സ്ഥലം, റോഡ് സൈഡിന്റെ 6 സെന്റ്. എല്ലാ മക്കളും അത്തരക്കാര് എന്നല്ല. വാപ്പാക്ക് കബർ വിശാലാവാൻ വാപ്പന്റെ സമ്പത്തിൽ നിന്ന് തന്നെ കൊടുത്ത് അതിന് ആർത്തി കാണിക്കാത്തവരുണ്ട്. എന്നാൽ അതേ ആർത്തിക്ക് വേണ്ടി തമ്മുത്തല്ലുന്നവരുണ്ട്. ഔ സ്വതഖത്തുൻ ജാരിയ, നമ്മളെ സമ്പത്തിൽ നിന്ന് നമ്മളെ കബറിലേക്ക് നമ്മൾ നീക്കി വെച്ചതെന്താ? മൂന്നാമത്തത് ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, ഉപകാരപ്പെടുന്ന അറിവുകൾ. ഈ അറിവുകൾ അറിയിച്ചു കൊടുക്കുക എന്നുള്ളത് അറബിക് കോളേജ് പഠിച്ചോന്റെ മാത്രം ബാധ്യതയല്ല. കുറച്ച് മൗലവിമാരുടെയും ഉസ്താദുമാരുടെയും ബാധ്യതയാ ദീൻ പറഞ്ഞു കൊടുക്കല് എന്നല്ല. ഒരറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളോട് നമ്മൾ പറയണം. അത് പറയാൻ മടിക്കുന്നത് ഞാൻ അങ്ങനെ അല്ലാത്തതുകൊണ്ട് ഇനി ഞാൻ അത് പറഞ്ഞ അവർക്ക് എന്ത് തോന്നുന്നാണെങ്കിൽ അതിന്റെ അർത്ഥം നമ്മൾ നന്നായിട്ടില്ല എന്നാ. മൗലവിമാർക്ക് അത് പറയാലോ എന്ന് ചിന്തിക്കുന്നതും അതുകൊണ്ടാ. അതിന്റെ അർത്ഥം കേട്ടത് കൊണ്ടല്ല കൂലി, കേട്ടത് ജീവിതത്തിൽ പകർത്തി ഇതാണ് ശരി എന്ന് മറ്റൊരാളോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അതിന് കൂലി. അത് പറയാൻ മാവ് മടിക്കുന്നുണ്ടെങ്കിൽ, മനസ്സ് മടിക്കുന്നുണ്ടെങ്കിൽ ഒരർത്ഥമേ ഉള്ളൂ അതിന്. ഞാൻ അത്ര ക്ലിയർ അല്ല, ഞാൻ പറഞ്ഞോ കേൾക്കൂലെന്ന. അതുകൊണ്ട് തന്നെയാ ഔ ഇൽമുൻ യുൻതഫഉ ബിഹി, മറ്റൊരാൾക്ക് നിങ്ങൾ അറിയിച്ചു കൊടുക്കുന്ന അറിവും നിങ്ങളെ കബറിലേക്ക് ഉപകാരപ്പെടും. പ്രിയപ്പെട്ടവരെ, പല അബദ്ധങ്ങളും പ്രചരിക്കുന്ന ഒരു കാലഘട്ടമാ. സാന്ദർഭികമായിട്ട് പറയാ, ഇക്കഴിഞ്ഞ ഹജ്ജിന്റെ ഇടയിൽ 2 ആണുങ്ങൾ കൈ പിടിച്ച് നിൽക്കുന്ന ഒരു ക്യാപ്ഷൻ ഫോട്ടോന്റെ താഴെ ഇപ്പൊ വാട്സപ്പിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. ഹറമിൽ വെച്ച് നടന്ന ലളിതമായ കല്യാണം. ഹറമിൽ കയറിയ ഒരു മനുഷ്യൻ വിവാഹാലോചിക്കാൻ പാടില്ല, വൈവാഹിക ബന്ധത്തിൽ ഇടപെടാൻ പാടില്ല, നിക്കാഹാലോചന നടത്താൻ പാടില്ല. എന്നിട്ട് ഓരോരുത്തരും അതങ്ങോട്ട് അവനാന്റെ കുടുംബത്തിന്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഒരു 100 ഗ്രൂപ്പിൽ ഇട്ടിട്ട് പറയാ, ഇസ്ലാമിന്റെ സുന്ദരമായ മുഖം, എത്ര ലളിതമായ കല്യാണം, ഇങ്ങനെയാവണം കല്യാണം എന്നൊക്കെ. ആരോ പടച്ചുവിട്ട ഫേക്കാണത്. ഇസ്ലാമിൽ അതില്ല. ഹറമിൽ കയറിയാൽ ഇഹ്റാമിന്റെ ഡ്രസ് ഇട്ട് കഴിഞ്ഞ് നിയ്യത്ത് വെച്ച് കയറിയ പിന്നെ ആലോചനയില്ല, ഒടിമുറിയില്ല, നഖം മുറിക്കലില്ല, വിവാഹബന്ധാലോചനയില്ല, ഇതൊന്നും പാടില്ല എന്നാ. പിന്നെ എങ്ങനെയാ ഇത് വന്നത്? ആരോ എവിടെയോ പടച്ചു വിട്ടത് അവനാന്റെ ഗ്രൂപ്പിൽ അങ്ങോട്ട് ഇട്ടിട്ടൊന്ന് ഷൈൻ ചെയ്യാൻ വെപ്രാളപ്പെട്ട് ഓടുമ്പോ 1000 ഹൃദയത്തിലേക്ക് കാപട്യം വരുത്തിയതിന്റെ കുറ്റവും ഓന്റെ അക്കൗണ്ടിൽ അല്ല എഴുതി കഴിഞ്ഞിട്ടുണ്ടാകും. എന്തും തൊട്ടതും തൊടാത്തതും കഴിഞ്ഞ തോണ്ടി ഞെക്കിപ്പിടിച്ച് അയക്കുമ്പോഴേക്കും അതൊരു ഭയങ്കര സംഭവമാണെന്നൊന്നും കരുതണ്ട. അതുള്ളതാണെങ്കിൽ പോലും, അത് മനുഷ്യന്റെ പച്ചയിറച്ചിക്ക് വേദന പറ്റുന്നതാണെങ്കിൽ, അഭിമാനം നശിപ്പിക്കുന്നതാണെങ്കിൽ അതുപോലും ഷെയർ ചെയ്യരുത് എന്നാ ഇസ്ലാമിന്റെ കൽപ്പന. ഓൻ ചെയ്ത തെറ്റിന് പടച്ചോൻ ഓന് കൊടുത്തോളും, ഓൻ പൊറുത്ത അല്ല ഓന് പുറത്തു കൊടുത്തോളും. നിങ്ങളെ പൊറുക്കലോ നിങ്ങളെ ക്ഷമാപണമോ നിങ്ങളുടെ പൊരുത്തമോ അവന് വേണ്ട, അവനും പടച്ചോനും തമ്മിലുള്ളതാണത്. ഇതൊക്കെയാ ഇന്നത്തെ കാലഘട്ടത്തിൽ മനുഷ്യന്മാരുടെ ഇബാദത്ത് നഷ്ടപ്പെടുത്തുന്ന കോലങ്ങള്. അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക ഓരോ കാര്യങ്ങളും. അറിവാണെങ്കിലും സ്വന്തം ജീവിതമാണെങ്കിലും നാളെ പടച്ചോന്റെ അടുത്തേക്ക് തിരിച്ചു പോകുമ്പം കൂടുതലൊന്നുമില്ലെങ്കിലും അള്ളാന്റെ കബറിൽ കുറച്ച് വെളിച്ചം കിട്ടാനുള്ളതൊക്കെ കാണാനുള്ള സമയമായിട്ടുണ്ട്. ഞാനൊക്കെ പറയാറുണ്ട്, 41 കൊല്ലം പടച്ചോൻ എനിക്ക് തന്നു. അള്ളാന്റെ ഹബീബിന്റെ കൽപ്പന പ്രകാരം എനിക്ക് കിട്ടുന്ന പ്രതീക്ഷ 20 ഉള്ളൂ. 20 കൊല്ലം കിട്ടുന്നുള്ളൊരു ഉറപ്പ് നമുക്കില്ലെങ്കിൽ മനുഷ്യരെ അത്രയേറെ അടുത്ത പടച്ചോന്റെ കബറ്. അതങ്ങ് അഹമ്മദാബാദ് തന്നെ പോണമെന്നില്ല, തൊട്ടടുത്ത് കടന്നു മരിച്ചാലും മണ്ണിന്റെ അടിയിൽ തന്നെ വെക്കാനുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി പാഠം ഉൾക്കൊള്ളുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും ചെയ്തു കൂട്ടിയിട്ടുള്ള സർവ്വ പാപങ്ങളും പുറത്ത് റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാഹു നമ്മളെ ഒരുമിപ്പിച്ചു കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, മക്കളില്ലാതെ ഒരുപാട് കുടുംബങ്ങൾ പരീക്ഷിക്കപ്പെടുന്നുണ്ട്. റബ്ബെ, മക്കളെന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. അള്ളാഹുവെ, ചെറുതും വലുതുമായ പല അസുഖങ്ങളിലും ഏറെ പ്രയാസപ്പെടുന്നവർ ഞങ്ങളിലുണ്ട് നാഥ. എല്ലാ അസുഖങ്ങളും എളുപ്പം ശിഫ നൽകി ആരോഗ്യത്തോടെ ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم انصر لغزة. അള്ളാഹുവേ, ലോകത്തിന്റെ നാനാഭാഗത്ത് പ്രയാസപ്പെട്ട് പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന മുസ്ലിം സഹോദരങ്ങൾക്ക് ആത്യന്തികമായ സമാധാനവും വിജയവും നീ നൽകി ഓരോ ജനതയോടും നീ കാരുണ്യം കാണിക്കണമേ. നാഥാ, പ്രാർത്ഥിക്കണമെന്ന് വസിയത്ത് തന്നവരുണ്ട്. അങ്ങേയറ്റം രോഗം ബാധിച്ച് ആശുപത്രിയിൽ കിടക്കുന്നവർ, എന്താണോ ഓരോരുത്തർക്കും ഹൈറായത്
ആ ഹൈറായ ജീവിതത്തിലേക്ക് ഓരോരുത്തർക്കും നീ നന്മ നൽകി അനുഗ്രഹിക്കണമേ. അള്ളാഹുവെ, ഞങ്ങളെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും സ്വാലിഹീങ്ങളായ മക്കളാവാനും ഏതൊക്കെ അർത്ഥത്തിൽ മാറാനും കുടുംബത്തെ മാറ്റാനും ഞങ്ങളെ കൊണ്ട് സാധിക്കുമോ ആ മാറുന്ന കുടുംബത്തിന്റെ നല്ലൊരാളാവാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ തൗഫീക്ക് നൽകണമേ. ഹറാമായ സാമ്പത്തികത്തിൽ ഇടപെട്ടുപോയവരുണ്ട് നാഥ, കടബാധ്യതയിൽ പ്രയാസപ്പെടുന്നവരുണ്ട് നാഥ, ലോണ് പോലെയുള്ള പലിശയിൽ പെട്ടുപോയവരുണ്ട് നാഥ. എല്ലാം ശുദ്ധമായി നല്ലൊരു മഈഷത്തോടെ എല്ലവും നല്ല ബാധ്യതകൾ തീർത്ത് നിന്നെ കണ്ടുമുട്ടുന്ന മുത്തക്കീങ്ങളിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. മരണപ്പെട്ടു പോയ ഓരോരുത്തരുടെ കുടുംബത്തിനും നീ സമാധാനം നൽകുകയും മുൻഗാമികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിന്റെ സ്വർഗമെന്ന പൂങ്കാവനം നൽകി അവരോടും ഞങ്ങളോടും നീ കാരുണ്യം കാണിക്കണമേ. റബ്ബന അത്തിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ.